റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. സാധാരണക്കാരായ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്കുള്ള പാൽ വാങ്ങൽ കൂടുതൽ താങ്ങാനാവുന്നതാക്കുവാൻ UK സർക്കാർ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇനി മുതൽ ലോയൽറ്റി പോയിന്റുകളും വൗച്ചറുകളും ഉപയോഗിച്ച് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും രക്ഷിതാക്കൾക്ക് ബേബി ഫോർമുലകൾ വാങ്ങുവാൻ കഴിയും. വിലവർധനയും രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ വർഷങ്ങളിൽ ശിശു ഫോർമുലയുടെ വില ഗണ്യമായി ഉയർന്നിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് ടിന്നിന്റെ വില ഇപ്പോൾ 12 പൗണ്ട് മുതൽ 15 പൗണ്ട് വരെയാണ്. വില കൂടിയ ബ്രാൻഡുകൾ വാങ്ങുവാൻ രക്ഷിതാക്കൾ സമ്മർദ്ദത്തിലാകാതിരിക്കുവാനായി മത്സര നിരീക്ഷണ സമിതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ സ്വീകരിച്ചു. പുതിയ മാറ്റത്തിന്റെ ലക്ഷ്യം വില കുറഞ്ഞ ഓപ്ഷൻസുകൾ തിരഞ്ഞെടുക്കുവാൻ കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നതാണ്. മുലയൂട്ടുവാൻ കഴിയാത്തവർക്കോ മുലയൂട്ടുവാൻ ആഗ്രഹിക്കാത്തവർക്കോ പ്രതിവർഷം 500 പൗണ്ട് വരെ ലാഭിക്കാമെന്ന് സർക്കാർ ഉപഭോക്തൃ നിരീക്ഷണ ഏജൻസികൾ കണക്കാക്കുന്നു. ഇംഗ്ലണ്ടിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ അനാവശ്യ ചികിത്സ തേടിയെത്തുന്നവരുടെ തിരക്കാണ്. അടിയന്തര ആവശ്യങ്ങൾ നേരിടുന്ന രോഗികൾക്ക് ഇത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. മൂക്കടപ്പ്, തൊണ്ടവേദന, ചെവിവേദന പോലുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും ആയിരക്കണക്കിന് പേർ കഴിഞ്ഞ വർഷം A&Eയിൽ എത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. 2024 നവംബർ മുതൽ 2025 വരെയുള്ള കാലയളവിൽ 2 ലക്ഷത്തിലേറെ പേർ GP-മാർ വഴിയോ ഫാർമസിസ്റ്റുകളെ സമീപിച്ചാലും ചികിത്സ ലഭിക്കാവുന്ന പ്രശ്നങ്ങളുമായി A&Eയിൽ എത്തിയതായി NHS ഇംഗ്ലണ്ട് റിപ്പോർട്ട് ചെയ്തു. 96,998 പേർ തൊണ്ടവേദനയുമായി എത്തിയപ്പോൾ 84,000 പേർ ചെവിവേദനകളുമായി എത്തിയിരുന്നു. 6,000 പേർ മൂക്കടപ്പിനും 8,669 പേർ ചൊറിച്ചിലും 384 പേർ ഇക്കിളിനും ചികിത്സ തേടി. ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിലെ ഡ്രോപ്പ് ഓഫ് ചാർജ് ജനുവരി 1 മുതൽ വർദ്ധിപ്പിക്കും. നിലവിലെ 6 പൗണ്ടിന്റെ ചാർജ് 7 പൗണ്ടാക്കി ഉയർത്തുവാനുള്ള തീരുമാനം ഏകദേശം 17% വർധനവ് വരുത്തിയ നടപടി യാത്രക്കാരെയും ടാക്സി യൂബർ ഡ്രൈവർമാരെയും ബാധിക്കും. ഏത് ടെർമിനലിന് മുന്നിലും 10 മിനിറ്റിൽ താഴെയുള്ള സമയം വാഹനം നിർത്തി യാത്രക്കാരെ ഇറക്കുന്നതിനുള്ള ചാർജാണ് ഇത്. 10 മിനിറ്റിൽ കൂടുതലായി വാഹനം നിർത്തിയാൽ 80 പൗണ്ടാണ് പിഴ. 2 ആഴ്ചയ്ക്കുള്ളിൽ അടച്ചാൽ 40 പൗണ്ടായി കുറയ്ക്കാം. 24 മണിക്കൂറിനുള്ളിൽ ഡ്രോപ്പ് ഓഫ് ചാർജ് അടയ്ക്കാത്തവർക്ക് പിഴ ബാധകമാകും. ഓൺലൈൻ വഴിയോ ഫോൺ പേ വഴിയോ ആണ് ഫീസ് അടയ്ക്കേണ്ടത്. 2021 ഹീത്രൂവിൽ ഡ്രോപ്പ് ഓഫ് ചാർജ് സംവിധാനം ആരംഭിച്ചത്. തുടക്കത്തിൽ 5 പൗണ്ടായിരുന്നു ചാർജ്. കഴിഞ്ഞ ജനുവരിയിൽ അത് 6 പൗണ്ടാക്കി. ഇപ്പോൾ വീണ്ടും പൗണ്ട് വർദ്ധിപ്പിച്ച് 7 പൗണ്ടാക്കിയിരിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്ന ആവശ്യം ആവർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പാലക്കാട് നിന്ന് കാറുമായി വരുന്ന ആരെങ്കിലും കാർ ആലുവയിൽ നിർത്തി മെട്രോ വഴി കയറി കൊച്ചി നഗരത്തിലേക്ക് വരുമോ? ഒരാളും അങ്ങനെ ചെയ്യില്ല. ഒരു വാണിജ്യ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ മെട്രോ നീളണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃപ്പൂണിത്തുറയിൽ BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി ഇത് പറഞ്ഞത്. നേരത്തെ ഇക്കാര്യം പറഞ്ഞപ്പോൾ കൊച്ചി മെട്രോ കൊച്ചിക്കാർക്ക് വേണ്ടി മാത്രം ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു എന്നെ അവഹേളിച്ചത്. അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ വിളിക്കുവാൻ സാധിക്കൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ക്ഷമിക്കണം, മന്ത്രിക്ക് പ്രത്യേക നിഘണ്ടുവെന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. വികാരങ്ങൾ അതുപോലെ തന്നെ പ്രകടിപ്പിക്കണമെന്നും ഡൽഹി മെട്രോ പോകുന്നത് 3 സംസ്ഥാനങ്ങളിലൂടെയാണെന്ന് UPയിലെ നോയിഡ മുതൽ ഹരിയാന വരെ നീണ്ടുകിടക്കുന്നു. ഇതൊക്കെ സാധ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനായി മാറ്റി. സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ കോടതിയിൽ പരിഗണിക്കാനായി മാറ്റിയത്. 2 കോടതികളിൽ അപേക്ഷ സമർപ്പിച്ചതിനാലാണ് കോടതി നടപടി. ഏതെങ്കിലും ഒരു അപേക്ഷ പിൻവലിക്കാനും കോടതി രാഹുലിനോട് ആവശ്യപ്പെട്ടു. രാഹുലിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. അന്വേഷണത്തോട് രാഹുൽ ഈശ്വർ സഹകരിക്കുന്നില്ലെന്നും സൈബർ അന്വേഷണ കോടതിയിൽ അറിയിച്ചു. നേരത്തെ തിരുവനന്തപുരം സെഷൻ കോടതിയിൽ രാഹുൽ ഈശ്വർ ജാമ്യ ഹർജി നൽകിയിരുന്നു. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇതിന്റെ സ്വാധീനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം വോട്ടുകൾ ചേരിതിരിഞ്ഞു പോയി അതിന്റെ പ്രതിഫലനവും തെരഞ്ഞെടുപ്പിൽ കാണാനായേക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു. വെൽഫെയർ പാർട്ടി UDF ബന്ധം ആരോപിച്ച് രംഗത്ത് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു. മുഖ്യമന്ത്രി ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാകും. UDFന്റെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം ഉണ്ടോ എന്ന് അറിയില്ല. വെൽഫെയർ പാർട്ടിയുമായി വ്യാപകമായ സഖ്യം എവിടെയും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ആഷസ് പരമ്പരയിലെ 2ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഓസ്ട്രേലിയക്ക് നിർണായക 1ാം ഇന്നിംഗ്സ് ലീഡ്. ഇംഗ്ലണ്ടിന് 1ാം ഇന്നിംഗ്സ് സ്കോറായ 334 റൺസിന് മറുപടിയായി ഓസ്ട്രേലിയ 2ാം ദിനം കളി നിർത്തുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 378 റൺസ് എടുത്തു. 46 റൺസോടെ അലക്സ് ക്യാരിയും 15 റൺസുമായി മൈക്കൽ നേസറും ക്രീസിലുണ്ട്. 72 റൺസ് എടുത്ത ഓപ്പണർ ജേക്ക് വെദറാൾഡാണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. മാർനസ് ലബുഷെയ്ൻ 65 റൺസ് എടുത്തപ്പോൾ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് 61 റൺസ് എടുത്തു. കാമറൂൺ ഗ്രീൻ, ട്രാവിസ് ഹെഡ് എന്നിവരും ഭേദപ്പെട്ട പ്രകടനം നടത്തി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 120.06 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.
Radio Lime.